ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കണ്ണൂർ പുതിയാപ്പിളമാർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ണൂർ തന്നെ കല്യാണ വീടുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുന്ന സ്പെഷ്യൽ ഡ്രിങ്കും കൂടിയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പീസ് നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂർ കോക്ടെയിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ അധികം ചോദിക്കലുണ്ട് കണ്ണൂരുകാരിയായിട്ടും കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പീസും കാണിച്ചിട്ടില്ലല്ലോ എന്ന്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിന്, എന്നാലും ഒന്നുകൂടി പറയാം കേട്ടോ. ഞാനിതാ വേവിച്ച് വെച്ച 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത് 2 ചെറിയ ക്യാരറ്റ് എടുക്കുക. അതുപോലെ തന്നെ നല്ലോണം പഴുത്ത പപ്പായയില്ലേ കുരുവെള്ളം കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പം വേവിച്ച് വെച്ച ക്യാരറ്റാണ് കേട്ടോ, വെള്ളത്തിൽ വേവിച്ച് വെച്ച ക്യാരറ്റാണ്, മാറിപ്പോണ്ട. പിന്നെ അതേ അളവിൽ പപ്പായം കൂടി എടുക്കുക. നമ്മൾ ക്യാരറ്റ് എത്ര എടുക്കുന്നോ അതേ അളവിൽ പപ്പായം കൂടി എടുക്കുക കേട്ടോ. പപ്പായൻ്റെ കുരുവൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് 2ഉം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കട്ടപ്പാലാണ്. ഞാനിതാ 1/2 ലിറ്റർ പാല് ഐസാക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ കുടിക്കാത്തവരായിട്ട് കണ്ണൂർ ഭാഗത്ത് ആരും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഇതുവരെ കുടിക്കാത്തവർ ആണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് ഇത്. കണ്ണൂർ പുതിയാപ്പിളമാർക്കെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പോൾ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. പിന്നിലെ മധുരത്തിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ര ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ ഐസ്ക്രീമും ക്യാരറ്റും പപ്പായും എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം. ഞാനിതാ കോൺഫ്ലാക്സ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ടില്ലേ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരിയും അനാറും കൂടി, ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കലാണ്. പിന്നില്ലേ ഇത് നമ്മൾ ലാസ്റ്റ് സെർവ് ചെയ്യാൻ പോകുന്ന ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലാക്സിലില്ലേ ഒന്ന് കുതിർന്നു പോകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കണ്ണൂരുകാർ വീട്ടിൽ പുതിയാപ്പിളമാർക്കായാലും ഇല്ലാന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിൽ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പാർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇതിന് തന്നെ ഷോപ്പെല്ലാം ഉണ്ട് കേട്ടോ കണ്ണൂർക്കാരെ. ഇത് കുടിക്കാനായിട്ട് കുറേ ആൾക്കാർ വരുത്തുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. ഈ ചൂടിന് വിശപ്പും ദാഹം അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്. ഇനിയിപ്പം അടുത്ത ഡ്രിങ്ക് നോക്കാം. ഞാനിത് ഉണ്ടാക്കുന്നത് എന്താ പറയുക, നമ്മൾ കണ്ണൂർ ഭാഗത്ത് കല്യാണ വീടുകളിലെല്ലാം സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ. ആദ്യമായി ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/2 ലിറ്റർ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കലാണ്. നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലെല്ലാം എടുത്തത്, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിന് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഈ ഒരു ഡ്രിങ്കിന് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കലാണ്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് ശരിക്കും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ നിങ്ങൾക്ക് നേർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുക്കുമ്പോൾ മുകളിലുള്ള ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു കട്ടകളിലില്ലേ അതെല്ലാം മെൽറ്റായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്കില്ലേ 1/2 കപ്പിലും കുറവ് വെർമിസെല്ലി വറുത്ത സേമിയയില്ലേ അതെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലൊന്ന് ചൂടാകുന്ന ടൈമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. സേമിയ കൂടിപ്പോണ്ട, കാര്യം ഇത് നമ്മൾ ഡ്രിങ്ക് ആയിട്ടല്ലേ കുടിക്കുന്നത്, നല്ല തിക്കായിട്ട് വേണ്ട. അതുകൊണ്ടാണ് 1/4 കപ്പിലും കുറച്ച് 1/2 കപ്പിലും കുറച്ച് കുറവ് സേമിയ എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിക്ക്, വെർമിസെല്ലി. ഞാനിപ്പോൾ ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. സേമിയെല്ലാം കുക്കായി, എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടോടെ എന്താ പറയുക ആപ്പിളും കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളെല്ലാം ഒന്ന് കുക്കാവും. അതുകൊണ്ടാണ് നല്ലോണം തണിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ആപ്പിള്, ഒരു ചെറിയ അനാറ്,
അതുപോലെ തന്നെ ബദാമും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇതാ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൂടിപ്പോണ്ട, നമ്മൾ ഇപ്പോൾ 1/2 ലിറ്റർ പാലിന് എന്താ പറയുക 1 ലിറ്ററല്ലേ മൊത്തത്തിലുള്ള. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം കറക്റ്റ് അളവാണ്. പക്ഷേ ഇത് കൂടിപ്പോണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ കഴിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കസ്കസിൽ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് കുതിർക്കാനല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ല, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അവസാനമായിട്ട് ഇതാ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. നല്ലോണം ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെല്ലാം വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിക്ക്. നമുക്ക് പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോഴെല്ലാം നമുക്ക് നേരത്തെ തലേദിവസമെല്ലാം ഉണ്ടാക്കി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, രാത്രിക്കാണെങ്കിൽ രാവിലെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി എന്താ പറയുക വനില എസൻസ് ഇല്ലേ, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്ത. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതും. പിന്നെ ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ അധികം പഞ്ചസാര യൂസ് ചെയ്യലില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഡ്രിങ്ക് കാണിക്കാം. അടുത്തതിൽ ഒരു മാംഗോ ഡ്രിങ്കാണ്. ഇതും കണ്ണൂർ സ്പെഷ്യലായിട്ട് പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് കല്യാണത്തിനെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്. ആദ്യതാ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇല്ലേ അതെടുത്തിട്ടുണ്ട്. അത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഡ്രിങ്കില്ലേ, അതിലേക്ക് ഫ്രഷ് ക്രീമിന് പകരം ഇതുപോലെ നമുക്ക് എന്താ പറയുക കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറുക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. 2 തരത്തിൽ നേരത്തെ കാണിച്ച ആ ഒരു ഡ്രിങ്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കസ്റ്റേർഡ് ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം കുറവ് പഞ്ചസാര മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യലുള്ളൂ. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വനില എസൻസ് ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കലാണ്. നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ. പിന്നിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പാൽ ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടും ഇത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് തണിയാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തണിഞ്ഞ് കഴിഞ്ഞാലേ ഇതിലേക്ക് ഒരു മാങ്ങ ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. പിന്നില്ലേ ഇത് നല്ല തിക്കായിട്ടില്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ലൂസാക്കിയിട്ട് ഇത് ഡ്രിങ്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എക്സ്ട്രാ പാലൊഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ലൂസാക്കി എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കസ്കസ് വെള്ളത്തിൽ കുതിർത്തത് ഒഴിച്ചു കൊടുക്കലാണ്. കസ്കസ് കുതിർക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. പിന്നെ ചവ്വരി ഞാൻ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതും എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചവ്വരിയാണ്. ഇനി പിസാക്കി വെച്ച മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പിസ്ത, ബദാം, പിന്നെന്താ കാഷ്യൂനട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇതിലേതെങ്കിലും ഒന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സമയം വേണം നമുക്ക് തിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് ലൂസാക്കി എടുക്കുക. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ലൂസാക്കി എടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മധുരം ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് എന്താ പറയുക ഈ ഒരു ചൂടിന് വിശപ്പും ദാഹവും അടങ്ങുന്ന ഒരു ടൈപ്പ് ഡ്രിങ്കാണ്. പിന്നെ ഇത്ര തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല ലൂസാക്കിയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ണൂർ പുതിയാപ്പിളമാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ കല്യാണ എന്താ പറയുക എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. ഇനിയിപ്പം അടുത്തത് നോക്കാം. നമ്മുടെ കണ്ണൂർ കടിശ്ശേക്കാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാല് ഐസാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കടി ഷേക്കിൽ പല ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. ഞാനിപ്പം ഇതിലേക്കില്ലേ എല്ലാ ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ 2 ഈത്തപ്പഴം, പിന്നെ അത്തിപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്, പിസ്ത എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കലാണ്. എന്നിട്ടിത് ക്രഷായ രീതിയിൽ ഒരു തരിതരിപ്പോട് വേണം അരച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. നട്ട്സിലിട്ട ശേഷിയിൽ ഇതിലേക്ക് ഞാൻ ഐസ്ക്രീമും കൂടി 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു എന്താ പറയുക, നല്ലോണം അരയണ്ട, ചെറുതായിട്ട് ആ ഒരു നട്ട്സിൻ്റെ എല്ലാം തരിതരിപ്പുണ്ടാണ് കടിക്കുമ്പം. എന്താ പറയുക, കടിക്കാൻ കിട്ടണം നമ്മൾ കുടിക്കുമ്പം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഈത്തപ്പഴം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അത്തിപ്പഴം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിനും അത്തിപ്പഴത്തിനും പകരിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളനീറില്ലേ അതിട്ട് കൊടുക്കുക, അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ കടി ഷേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.